കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്ക് പോയാൽ കോട്ടയത്ത് മഴയിലും ചോരാത്ത ആവേശമായിരുന്നു സ്പെയിൻ ആരാധകർക്കുണ്ടായത്. എന്നാൽ അർജന്റീന മികച്ച മത്സരം പുറത്തെടുക്കാത്തതിൽ നിരാശയുണ്ടെന്നാണ് ചാണ്ടിയുമ്മൻ MLA പറഞ്ഞത്. അഖിൽ കെ തയ്യാറാക്കിയ റിപ്പോർട്ട്. അവസാന ഫൈനൽ വിസിൽ മുഴങ്ങിയിരിക്കുന്നു. അത്യുജ്ജം ആവേശം നിറഞ്ഞ മത്സരത്തിൽ സ്പെയിൻ ആ കനക കിരീടത്തിൽ സ്വർണ്ണ കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു എന്നുള്ളതിനാണ്. അക്ഷരാർത്ഥത്തിൽ അർജന്റീനയെ നിഷ്പ്രഭരാക്കി, അർജന്റീനയെ കാഴ്ചക്കാരാക്കി സ്പെയിൻ ആ കപ്പ് നേടിക്കുന്നു. എന്താണ് ഈ കളിയെ കുറിച്ച് പറയാനുള്ളത്? ഒന്നും പറയില്ല, നല്ലൊരു കളിയായിരുന്നു. സ്പെയിൻ ഇത്ര നേരം അർജന്റീനയ്ക്ക് പന്ത് പോലും കൊടുക്കാതെ ഇത്ര നേരം നല്ല മിനിറ്റ് ഗ്രാഫ് തന്നെ കണ്ടാൽ അറിയാം സ്പെയിന്റെ കയ്യിലായിരുന്നു ഈ കളി മൊത്തം. അവസാന നിമിഷം വരെ നല്ല വൃത്തിയായിട്ട് വെറുത്താടി, ഒന്നും പറയില്ല. അർജന്റീന ഫാൻസ് എന്താണ് പറയാനുള്ളത്? അടിപൊളി കളിയാണ് അവർ കളിച്ചത്, അതുകൊണ്ട് മെസ്സി ഇപ്പൊ അവസാനം വെച്ച് കളിച്ച കളി കുറച്ചുകൂടി നേരത്തെ കളിച്ചിരുന്നു. ജയിച്ചേനെ. MLA ഉണ്ടായിരുന്നു, ചാണ്ടിയുമ്മൻ MLA ഉണ്ടായിരുന്നു. MLA ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഉണ്ട്. എന്താ പറയാനുള്ളത്? അല്ല, നല്ലപോലെ കളി നടന്നു, സ്പെയിൻ ജയിച്ചു. അത് സ്വാഭാവികമാണല്ലോ, കളിയാവുമ്പം ജയവും തോൽവിയുണ്ട്. ഞങ്ങളാരും കമ്മിറ്റി കളിയുന്നോ ഇത് ഫെയർ അല്ല എന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ ഈ തോക്കുന്നവർ, പ്രീ ക്വാർട്ടർ പോലും തോറ്റവർ കമ്മിറ്റി കളി എന്ന് പറഞ്ഞ് നടക്കുന്നത് അർത്ഥം എന്താ? കളിയാവുമ്പോൾ ജയിക്കും തോൽക്കും. അപ്പൊ ഇപ്പൊ ഈ കളിയിൽ തോറ്റു, കാര്യമായി കളിക്കാൻ പറ്റില്ല. അതിലൊരു നിരാശയുണ്ട്. അവരാണ് നിരാശ. കാരണം അത് മെസ്സി എന്തുകൊണ്ട് കളിച്ചില്ല എന്ന്, അല്ലെങ്കിൽ അവരുടെ കളി നന്നായില്ല എന്നൊരു തോന്നലുണ്ട്. അത് നന്നായിട്ട് കളിക്കായിരുന്നു. ഒരു 5-10 മിനിറ്റ് ഉണർന്ന് കളിച്ചതുപോലെ ആദ്യം കളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കാഴ്ച. അതാണ് ഞാൻ പറയുന്നത്. 79ാമത്തെ മിനിറ്റ് തൊട്ട് അവർക്ക് കളിക്കായിരുന്നു. പക്ഷെ ആ കളി കളിച്ചില്ല, എന്താണെന്നറിയില്ല. അവസാനത്തെ ഒരു 5 മിനിറ്റ് അത്യാവശ്യം നന്നായി കളിച്ചു. ചാൻസുകൾ വന്നു മൊത്തം അവിടെ ഇഷ്ടംപോലെ ചാൻസ് അവർക്ക് ഉണ്ടാക്കായിരുന്നു. അതെ, 11 പേരുണ്ടായിരുന്നപ്പോ അവർ കളിക്കായിരുന്നു. എന്തുകൊണ്ട് കളിച്ചില്ല എന്നറിയില്ല. ഏതായാലും സ്വാഭാവികമായിട്ടും ജയവും തോൽവിയൊക്കെ ഉണ്ട്. ജയത്തിൽ അഹങ്കരിക്കുന്നില്ല, പരാജയത്തിൽ തളരുന്നുമില്ല. ഈ 4 സ്റ്റാർ വരുന്നു പറഞ്ഞു, 3 ഉള്ളൂ. അത് കുഴപ്പമില്ല. 26 ഉള്ളൂ, 30 വന്നുള്ളൂ. തകർത്തു. ഗോൾ കൂടുതൽ വരുന്നുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഒരു ഗോള് ലാമിംഗ് അടിക്കണമെന്നുണ്ടായിരുന്നു. അടിച്ചല്ലോ. അതെ, യെസ്, തകർത്തു. എന്താ അർജന്റീന ആരാധന എന്താ പറയുക? നിങ്ങൾക്ക് സന്തോഷമായല്ലോ. എന്ത് പറയാനാ, പോയി. അത് കുഴപ്പമില്ല, ഞങ്ങൾ ഫൈനൽ വരെ വന്നല്ലോ, നിങ്ങൾ അതിനു മുമ്പ് പോയല്ലോ. എന്തായാലും വാശിയേറിയ ആ ഒരു പോരാട്ടമായിരുന്നു ഇവിടെ. ബ്രസീൽ ആരാധകനാണോ? സ്പെയിൻ ആരാധകരെക്കാൾ ആവേശം തുള്ളിച്ചാടലൊക്കെ മറ്റേ ആരാധകർക്കാണ്. സ്പെയിനാണോ അതോ മറ്റേതൊരു ടീമാണോ? ഏത് കപ്പടിച്ചു തകർത്തില്ലേ? അർജന്റീന മാനേജർ എന്താണ്? ഒന്നും പറയാനില്ല, നല്ല കളിയായിരുന്നു. പക്ഷേ ഒരേ സംഘടന ഉണ്ടോ ചോദിക്കണ്ടല്ലോ. പക്ഷെ ഫൈനൽ വരെ ഞങ്ങൾ എത്തി.